അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊന്ന് റിവൈസ് ചെയ്യാം. ഒരു ഫാസ്റ്റ് റിവിഷനായിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോകാം. പറ്റുന്നത്രയും കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം നമുക്ക്. ശരിയായ പ്രസ്താവനകൾ എന്ന് പറഞ്ഞ SI യൂണിറ്റ് ഇതാണ്. ഇത് തന്നെ PDF എനിക്ക് കിട്ടി, ഞാനത് ടെലഗ്രാമിൽ നിന്ന് എടുത്തത്. ഹീറ്റിന്റെ SI യൂണിറ്റ് എന്താണ്? ഹീറ്റിന്റെ SI യൂണിറ്റ് താപത്തിന്റെ ജൂളാണ് കേട്ടോ. പിന്നെ താപനില ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താണ്? ടെമ്പറേച്ചറിന്റെ കെൽവിനാണ്. ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് കാണുവാണെങ്കിൽ ഇത് റിവൈസ് കണക്ട് ആയി കിട്ടും കേട്ടോ. ടെമ്പറേച്ചറിൻ്റെത് കെൽവിനാണ്. അടുത്തത് ബലത്തിൻ്റെത് പാസ്കൽ അല്ല, ഊർജം ജൂളാണ്. പവർ വാട്ടാണ്, പ്രവൃത്തി ജൂളാണ്. അലൂമിനിയത്തിന്റെ ധാതു ക്രയോലൈറ്റ് അലൂമിനിയത്തിന്റെ ധാതുവാണ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ബേക്കലൈറ്റ് തെർമോപ്ലാസ്റ്റിക് അല്ല. ബേക്കലൈറ്റ് വരുന്നത് തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ വിഭാഗത്തിലാണ്, തെർമോപ്ലാസ്റ്റിക് അല്ല. പോളിത്തീൻ, നൈലോൺ, PVC തെർമോപ്ലാസ്റ്റിക് ആണ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തും കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാൻ പറ്റും. അടുത്തത് കേരളത്തിലെ ജലവിദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായവ കണ്ടെത്തുക. ശബരിഗിരി മലബാറിലെ ആദ്യത്തെ ജലവിദ്യുത പദ്ധതി കുറ്റ്യാടിയാണ് കേട്ടോ. ശബരിഗിരി അല്ല, അത് തെറ്റാണ്. ഇടുക്കി ജലവിദ്യുത പദ്ധതിയുടെ 780 മെഗാവാട്ടാണ്. അത് കിടത്തങ്ങ് കൊടുത്തേക്കുന്ന 680 എന്നാണ്, 780 ആണ്. അപ്പോൾ അത് രണ്ടും തെറ്റാണ്. ബാക്കി രണ്ടും കറക്റ്റാണ്. ഇടുക്കി ജലവിദ്യുത പദ്ധതിക്ക് സഹായിച്ചത് കാനഡ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവിദ്യുത പദ്ധതി മണിയ. അത് രണ്ടും കറക്റ്റാണ്. കേരളത്തിൽ മലനാട് 7.5 തൊട്ട് 75 മീറ്റർ വരെ ഉയരമുണ്ട്. കറക്റ്റാണ്. ഉയരം കൂടിയ കുന്നുകളും മലകളും, ഉയരം കൂടിയ കുന്നുകളൊന്നുമില്ല, ചെറിയ ചെറിയ കുന്നുകളേ ഉള്ളൂ. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടുകളെ സംബന്ധിച്ച് തെറ്റായതാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? മലനാടുകളെ ഇടനാടാണെന്ന് ഞാൻ ചോദിച്ചത്. മലനാടുകളെ സംബന്ധിച്ച് തെറ്റായത്. മലനാട് 7 to 75 അല്ല, 75-ന് മുകളിലാണ്. ഗ്രേറ്റർ ദാൻ 75 ആണ് മലനാട്. ഓക്കെ, അപ്പോൾ അത് തെറ്റി. ഇത് ഇടനാടുകളെ കുറിച്ചാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കേട്ടോ. 2 ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയതാണ് മലനാട്. അറിയാലോ, കുന്നുകളും മലകളും ഉയരം കൂടിയതാണെങ്കിൽ മലനാട്, ഉയരം കുറഞ്ഞ ചെറിയ കുന്നുകളാണെങ്കിൽ ഇടനാട്. ഓക്കെ, പിന്നെ മണലുകളൊക്കെ ഉള്ളതാണെങ്കിൽ എന്താണ്? തീരപ്രദേശം. മലനാട്ടിൽ നിന്ന് നദികൾ ഉത്ഭവിക്കുന്നു. മലനാടിന്റെ ഭൂരിഭാഗം വനങ്ങളാണ്. ഇപ്പോൾ 2, 3, 4 ശരി. ശരിയല്ലാത്തത് 1. താഴെ പറയുന്നതിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ? KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ്. ഇവരൊക്കെ കേരള അത്ലറ്റുകളാണ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. യോജിക്കാത്തത്: മത്സ്യബെഡ് ആരംഭിച്ച വർഷം 1984 ശരിയാണ്. മത്സ്യബെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്, കൊച്ചിയല്ല, അത് തെറ്റാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം അയലയല്ലേ? കരിമീനാണല്ലേ? കരിമീനാണ് ഔദ്യോഗിക മത്സ്യം, അപ്പോൾ അത് തെറ്റാണ്. മത്സ്യബന്ധന മേഖലയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന, ശരിയാണ്. 2, 3 തെറ്റാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാറാണ് ആദ്യത്തെ വന്യജീവി സങ്കേതം. കടൽത്തീരമില്ലാത്ത ജില്ല പത്തനംതിട്ട. കടൽത്തീരമില്ല. ആലപ്പുഴയ്ക്ക് കടൽത്തീരമുണ്ട്, കൊല്ലത്തിനുണ്ട്, കണ്ണൂരിനുണ്ട്. താഴെ പറയുന്നതിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NW3 ആണ്, ദേശീയപാത 3 ആണ്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് August 23, കഴിഞ്ഞ വർഷം August 23, 2023 August 23. 2023 എഴുത്തച്ഛൻ പുരസ്കാരം SK വസന്തൻ. സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നവർക്കുള്ള സ്കോളർഷിപ്പാണ് കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി വിരാട് കോഹ്ലി. അടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല: വോട്ടർ പട്ടിക തയ്യാറാക്കൽ, ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. എല്ലാം ശരിയാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ലയനക്കരാർ തയ്യാറാക്കിയത് സർദാർ പട്ടേൽ, VP മേനോൻ. ഖാരിഫ് വിള ഏതാണ്? നെല്ല് ഖാരിഫ് വിളയാണ്. പിന്നെ ഗോതമ്പ്, കടുക്, പഴവർഗ്ഗങ്ങൾ ഏതാണ്? ഗോതമ്പ്, ഗോപു, കടയിൽ പോയി പയർ വാങ്ങി. ഇതാണ് നമ്മുടെ
ഖാരിഫ്, റാബി വിളകൾ ഇതൊക്കെയാണ് കേട്ടോ. റാബി വിളകൾ ഗോപു കടയിൽ പോയി പയർ വാങ്ങി. അപ്പോൾ ഏതാണ്? ഗോതമ്പ്, പുകയില, കടല, പയർ. അപ്പോൾ ഗോതമ്പ്, പുകയില, കടല, പയറൊക്കെ എന്താണ്? നമ്മുടെ റാബി വിളകളാണ്. അപ്പോൾ ഇതിനകത്ത് കടുക്, പയർ കേട്ടോ. അപ്പോൾ നെല്ല് വരുന്ന ഏതാണ്? ഖാരിഫ് വിളയാണ് കേട്ടോ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക്ക എന്ന് പറഞ്ഞ ഇനമാണ്. അടുത്തത് ISRO 1969. 2023 സെപ്റ്റിമിയസ് അവാർഡിൽ ടോവിനോ തോമസിന് മികച്ച നടൻ. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദി കോയമ്പത്തൂർ. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അടുത്തത് പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് എന്നുള്ളത് തെറ്റാണ്. ജവഹർലാൽ നെഹ്റുവും ചൗൻലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത് കേട്ടോ. അപ്പോൾ 3 തെറ്റാണ്. 3 തെറ്റാണ്. അപ്പോൾ ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? ജവഹർലാൽ നെഹ്റുവും ചൗൻലായുമാണ്. അപ്പോൾ 3 തെറ്റാണ്. വേറെന്തൊക്കെയാണ്? 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോഴാണ് കരാർ. ഇരു രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരം പരസ്പരം അംഗീകരിക്കുക എന്നതാണ് തത്വം. ജവഹർലാൽ നെഹ്റുവും ചൗൻലായുമാണ് ഒപ്പുവെച്ചത്. കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. 1, 2, 3, 4 ഈ കൊടുത്തിരിക്കുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക എന്നുള്ള ചോദ്യമായിരുന്നു 38ാമത്തത്. അപ്പോൾ അതിൻ്റെ കാലഗണന എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എന്നാണ് കാലഗണന വരുന്നത്. ഓക്കെ. അടുത്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവയെ രൂപീകരിച്ചിരിക്കുന്ന സഹായിച്ച രാജ്യങ്ങളും. തെറ്റായ ജോഡി ഏതാണ്? ബുക്കാറോ ഫ്രാൻസ് എന്നുള്ളതാണ് തെറ്റ്. ഭിലായ് സോവിയറ്റ് യൂണിയനാണ്. റൂർക്കേല ജർമ്മനിയാണ്. ദുർഗാപൂർ ബ്രിട്ടനാണ്. ഓക്കെ. അടുത്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഒരു സെക്കൻഡ്. ഒന്ന് വെയിറ്റ് ചെയ്യുക. മൊബൈൽ ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്. കറണ്ട് ഇല്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം എന്താണ് നമ്മൾ ഈ ഇത് പറഞ്ഞല്ലേ, വാസ്തുതണ്ഡ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 51, 56 1ാം പദ്ധതി. വ്യവസായ വികസനമല്ല, അത് 2ാം പദ്ധതി. വ്യവസായ വികസനം 2ാം പദ്ധതിയാണ്. കാർഷിക മേഖലയുടെ വികസനം, കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. 1, 3, 4 ശരിയാണ്. 1, 3, 4 1, 3, 4 ഓപ്ഷൻ സി. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബറി. ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23. ലാൻഡ് ചെയ്തത് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത് ഓഗസ്റ്റ് 23 കഴിഞ്ഞ വർഷം. താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത്. കിഴക്കൻ മലനിര പത്കായും മീസോ കുന്നുകൾ, ഖാസി ഗാരോ കുന്നുകൾ. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് പടിഞ്ഞാറൻ തീരസമതലം, അതായത് നമ്മുടെ ഗുജറാത്ത് തൊട്ട് താഴോട്ട് നമ്മുടെ കന്യാകുമാരി വരെയുള്ളത് കേട്ടോ. അപ്പോൾ അത് ശരിയല്ലാത്തത് ചോദിച്ചിരിക്കുന്നത്. റാൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ശരിയാണ്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നില്ല. ഡെൽറ്റ രൂപീകരണം നമ്മുടെ കിഴക്കൻ തീരസമതലം, പടിഞ്ഞാറൻ തീരസമതലമല്ല. അപ്പോൾ അത് ഈസ്റ്റേൺ തീരസമതലത്തിലാണ് ഡെൽറ്റ. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലത്തിൽ. അത് ശരിയാണ്. താരതമ്യേന വീതി കുറവാണ്. ഓക്കെ. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ തെറ്റേതാണ്? 2ഉം 4. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ നിങ്ങൾ. നമ്മൾ സ്പീഡിലാണ് പോകുന്നത്. സ്പീഡിൽ പോകുന്നത്
മനഃപൂർവ്വമാണ് കാര്യം. നമ്മൾ റിവിഷൻ ക്ലാസ്സിൻ്റെ റിവിഷനാണ്. ഓക്കെ, അല്ലാതെ ക്ലാസ് അല്ല. റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഫൈനൽ റിവിഷനാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, റിവിഷൻ ക്ലാസ്സിൽ ഏതെങ്കിലും ടോപ്പിക്ക് കവേർഡ് അല്ലാതെ വരുവാണെങ്കിൽ അത് നിങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം 20 ഡേയ്സ് എന്നുള്ളൊരു ടൈം, 20 ഡേയ്സിലെ ടൈമിൽ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന പല ടോപ്പിക്കുകളും കവേർഡായി പോയി നിങ്ങൾക്കൊരു ബൂസ്റ്റ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ വീഡിയോസ് ഗ്രൂപ്പിൽ ഇട്ടേക്കുന്നത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണുക. ഓക്കെ, അടുത്തത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതായി വെച്ചിരിക്കുന്നത് അറബിക്കടലിലാണ് ദ്വീപ് സമൂഹം. അല്ല, അറബിക്കടലല്ല, ബംഗാൾ കടല, ബേ ഓഫ് ബംഗാളിലാണ്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നു. ശരിയാണ്. പോർട്ട് ബ്ലെയർ ആണ് തലസ്ഥാനം. ശരിയാണ്. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ. അത് തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 2ഉം 3ഉമാണ് ശരി. ഓക്കെ, അടുത്ത ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ 3ഉം 4ഉം. പാരദീപും ഹാൽഡിയാണ് കിഴക്ക് തീരത്ത് കിടക്കുന്നത്. കാൺല ഗുജറാത്തിലാണ്. നവശേവ മുംബൈയിലാണ്. ഇത് രണ്ടും പടിഞ്ഞാറൻ തീരത്താണ് കേട്ടോ. ഇത് രണ്ടും വെസ്റ്റേൺ തീരത്താണ്. വെസ്റ്റ്. അടുത്ത നോക്കാം. ഏത് നദിയുടെ പോഷകനദിയാണ് തുംഗഭദ്ര? തുംഗഭദ്ര കൃഷ്ണയുടെ പോഷകനദിയാണ്. കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങൾ ശരിയല്ലാത്തത്. ചീയപ്പാറ പത്തനംതിട്ടയിലല്ല. വാഴച്ചാൽ തൃശ്ശൂരാണ്. തുഷാരഗിരി കോഴിക്കോടാണ്. പാലരുവി കൊല്ലമാണ്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പയുടെ പോഷകനദികളാണ് കക്കി, കല്ലാർ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ഭാരതപ്പുഴ. പാലക്കാട്. PMT ആണ് കേട്ടോ. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകളുടെ കോഡാണ് PMT. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം എവിടെയാണുള്ളത്? പിന്നെ വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. 1, 2, 4. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല കേട്ടോ. ഇരവികുളം അല്ല. DK കാർവേ ഇന്ത്യയുടെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് 1916 എവിടെയാണ്? മഹാരാഷ്ട്ര. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളുടെ ശ്രദ്ധേയ വിഷയം ആനന്ദമഠം. പ്ലാസി യുദ്ധം അടിത്തറയിട്ടു എങ്കിൽ ജാലിയൻവാലാബാഗ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ദേശീയ പ്രസ്ഥാനത്തിന്റെ ബംഗാളാണ്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയതാരാണ്? അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അൽ ഹിലാലിന് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റ് ഏതാണ്? ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു ആണ്. ഡോക്ടർ BR അംബേദ്കർ അല്ല. ആമുഖം ജവഹർലാൽ നെഹ്റു ആണ്. മൗലികാവകാശങ്ങൾ ഭാഗം 3 നിർദ്ദേശകത്വങ്ങൾ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളാണ്. അപ്പോൾ അതെല്ലാം കറക്റ്റാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ദൃഢവും അയവുള്ളതുമായ ഭരണഘടന. പിന്നെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. പിന്നെന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. പിന്നെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടനയൊന്നുമില്ല. ഇന്ത്യക്ക് മൊത്തത്തിൽ ഒരു ഭരണഘടനയുള്ളത്. തെറ്റാണ്. 3ാമത്തെ തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. 1, 2, 4 ശരിയാണ്. പിന്നെ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയുടെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ പറ്റി പറയുന്നു? ഇംപീച്ച്മെന്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. ഒരു ഐഡിയയും കിട്ടുന്നില്ല അല്ലേ? രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാകുക. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാകുക. അപ്പോൾ സുപ്രീം കോടതിക്ക് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്ക് ഉണ്ടെന്ന് നമുക്ക് പറയാനാവില്ല. അപ്പോൾ ഇംപീച്ച്മെന്റ് നടപടിയിൽ ജുഡീഷ്യൽ അധികാരി, അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. സുപ്രീം കോടതി നമുക്ക് ഓൾറെഡി പോയി 2ാമത്തെ പോയിന്റ് വെച്ചിട്ട്. പിന്നെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കാളിയാവുക. അപ്പോൾ അതിന് നിയമനിർമ്മാണ സഭ വരാം അല്ലേ? അപ്പോൾ പിന്നെ ഭരണഘടന ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും, അത് പാർലമെന്റിന്റെ ജോലിയാണ്. ഭരണഘടന ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇതൊക്കെയാണ് മൗലികാവകാശം. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണത ഫലം നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ എന്താണ്? നിങ്ങളെക്കാൾ മോശമായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ ഭരിക്കും എന്ന് പറഞ്ഞത് പ്ലാറ്റോയാണ്. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. ഇത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ളതാണ്. ഞാൻ മുൻകൂട്ടി പറയാൻ കാര്യം എങ്കിൽ ഇത് പഠിക്കുമ്പോൾ ക്ലിയർ ആവുള്ളൂ. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനം, താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം, സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വാദിച്ചു. താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് താഴ്ന്ന ജാതി, മുകളിലുള്ള ജാതി എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ
എല്ലാവരും മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് മനുഷ്യന് വന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനം സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വാദിച്ചു. ആരാണ്? ചട്ടമ്പി സ്വാമികൾ. പിന്നെ സെക്കൻഡ് അപ്പോൾ അധസ്ഥിതർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്നുള്ളൊരു കാര്യം, താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കണം, സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം വേണം, ഇതൊക്കെ ചട്ടമ്പി സ്വാമിയാണ് പറഞ്ഞത്. പിന്നെ താഴ്ന്നവർക്കുള്ള മിശ്ര ഭോജനം, താഴ്ന്ന ജാതിക്കാർക്കുള്ള മിശ്ര ഭോജനം നടത്തി. വിദ്യയും വിത്തവും, അതായത് വിദ്യാഭ്യാസം, വിത്തം എന്ന് പറഞ്ഞാൽ ബുദ്ധി, ഇതുണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി ഉണ്ടാവുള്ളൂ എന്ന് ആ ഒരു ഐഡിയ ചട്ടമ്പി സ്വാമികളുടെ മാത്രം ഐഡിയ ആണത്. തന്നിരിക്കുന്ന ജോഡിയിൽ നിന്ന് തെറ്റ് കണ്ടെത്തുക. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് രാമകൃഷ്ണ പിള്ള അല്ല കേട്ടോ, വക്കം മൗലവിയാണ് കേട്ടോ. സ്ഥിരം ചോദിക്കുന്ന ചോദ്യം ഇനിയും ചോദിക്കാം കേട്ടോ. അത് തെറ്റാണ്. അപ്പോൾ ശരി ഏതൊക്കെയാണ്? ശ്രീനാരായണപുരം, അരുവിപ്പുറം പ്രതിഷ്ഠ, അയ്യങ്കാളിയാണ് കല്ലുമാല സമരമായിട്ട് ബന്ധപ്പെട്ട ആള്. പിന്നെ വൈകുണ്ഠസ്വാമി അയിത്തത്തിനെതിരെ സ്വാമി കിണർ കുഴിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചാണ് സൊസൈസ് അത് പ്രവർത്തിച്ചത്. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ നടത്തിയതെന്നാണ്? 1924 നവംബർ 1-നാണ്. ഓക്കെ. 2024 നിലവിൽ വന്ന ലോക്സഭ 18ാമത്തെ ലോക്സഭയാണ്. പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുള്ള രോഗമാണ് ഡിഫ്തീരിയ. കോളറ വായുവിലൂടെ പകരുന്ന രോഗമല്ല, വെള്ളത്തിലൂടെ പകരുന്നതാണ്. ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ അല്ല പകരുന്നത്, കൊതുകിലൂടെയാണ് പകരുന്നത്. ഒന്ന് മാത്രം ശരി. ചിക്കൻ ഗുനിയ ഒരിക്കലും മലിനജലത്തിലൂടെ പകരത്തില്ല, കോളറ വായുവിലൂടെയും പകരത്തില്ല. അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമാണ് മലമ്പനി കേട്ടോ. മലേറിയ ഏത് കൊതുകാണ്? അനോഫിലസ് ഫീമെയിൽ അനോഫിലസ് കൊതുക് കേട്ടോ, പെൺകൊതുക്. ശരിയായ ജോഡി ഏതാണ്? ക്ഷയം BCG ശരിയാണ്. ടെറ്റനസ് OPV അല്ല, ടെറ്റനസ് നമ്മൾ TT വാക്സിനാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഡിഫ്തീരിയ MMR അല്ല, DPT വാക്സിനാണ് ഡിഫ്തീരിയക്ക് എടുക്കുന്നത്. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, പിന്നെ ട്യൂബർക്ലോസിസിന് വേണ്ടിയിട്ടുള്ള DPT വാക്സിൻ. അടുത്തത് പോളിയോയുടേത് DPT അല്ല, പോളിയോയുടെ എടുക്കുന്നത് OPV വാക്സിനാണ് പോളിയോക്ക് എടുക്കുന്നത്. OPV വാക്സിനാണ് പോളിയോക്ക് എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനകത്ത് ശരിയായിട്ടുള്ള ഏതാണ്? ക്ഷയത്തിന് BCG വാക്സിനാണ്, അത് മാത്രമാണ് ചെയ്യുന്നത്. മാത്രം. രക്തത്തിന്റെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യം ഏതാണ്? ഇരുമ്പ് വേണം. താഴെ കൊടുത്തിരിക്കുന്ന ജീവിതശൈലി രോഗം അല്ലാത്തത്? ഹീമോഫീലിയ ജീവിതശൈലി രോഗമല്ല. ഫാറ്റി ലിവർ ജീവിതശൈലി രോഗമാണ്. പ്രമേഹം ജീവിതശൈലി രോഗമാണ്. പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക്, അതായത് നമ്മുടെ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായിട്ട് തളർന്നു പോകുന്ന ഒരവസ്ഥ, പക്ഷാഘാതം, അതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. താഴെ പറഞ്ഞാൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. അശ്വമേധം പദ്ധതി ഏത് രോഗമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിപ്പ രോഗത്തിന്റെ വാഹക ജീവിയാണ് വവ്വാലാണ് നിപ്പ പരത്തുന്നത്. ആയുധ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണുവാണ് വൈറസ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ആയുഷ് വകുപ്പിൽ ഉൾപ്പെടുന്നത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ. അലോപ്പതി ഇല്ല. ആയുർവേദ ഉണ്ട്, യുനാനി ഉണ്ട്, സിദ്ധ ഉണ്ട്, ഹോമിയോ ഉണ്ട്. സിദ്ധ ഉണ്ട്, ഹോമിയോ. ഹലോ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? കേൾക്കുന്നുണ്ടോ? എന്തായിരുന്നു? കേട്ടില്ലായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല.
എന്താണ് ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ആയുർവേദമുണ്ട്, യോഗയുണ്ട്. ആയുഷ് വകുപ്പിലുള്ള കേട്ടോ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ. ഇതിൽ അലോപ്പതി ഇല്ല കേട്ടോ, അലോപ്പതി ഇല്ല. എ എന്ന് പറഞ്ഞാൽ ആയുർവേദയാണ്. വൈ യോഗ, യു യുനാനി, എസ് സിദ്ധ, എച്ച് ഹോമിയോ. അതിൽ അലോപ്പതി വരുന്നില്ല. താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് വിമുക്തിയാണ് കേട്ടോ, വിമുക്തി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് ആണ് മെഡിസെപ്പ്. ശൈശവവിവാഹം തടയുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസഡറാണ് മോഹൻലാൽ. അടുത്ത ആ കണക്ക് നമ്മൾ ചെയ്തതാണ്. കണക്ക് നമ്മളത് റിവിഷനായിട്ട് സ്പീഡിലൊന്ന് ചെയ്തു പോകാം. ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്ത് പോവുക. റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നതെങ്കിലും ജസ്റ്റ് ഒന്ന് കേട്ട് പോവുക. 20 ഇൻറ്റു ബ്രാക്കറ്റ് ആദ്യം ചെയ്യണം. ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് ചെയ്യുന്ന കണക്കാണ്. ബോർഡ് മാസിൽ ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം. 15 - 8 ചെയ്യുമ്പോഴത്തേക്ക് 7 വരും. പിന്നെ 20 ഇൻറ്റു 7 140 വരും. 140. പിന്നെ 120 ഡിവൈഡഡ് ബൈ 4 ഡിവിഷൻ ചെയ്യണം. 120 ഡിവൈഡ് ബൈ 4 വരുമ്പോഴത്തേക്ക് 30 വരും. പിന്നെ ഈ മൈനസിന് ശേഷം 5 ഇൻറ്റു 5 25. അപ്പോൾ 140 പ്ലസ് 30 മൈനസ് 25 ചെയ്യുമ്പോൾ 170 മൈനസ് 25 145 എന്ന് വരും. അടുത്തത് ശ്രേണിയിലെ വിട്ടുപോയ ഭാഗം ഏതൊക്കെയാണ്? 1, 2, 4, 15, 31. അതിൽ വ്യത്യാസം 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 1, 2ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 4, 4ഉം 15ഉം തമ്മിൽ 9ൻ്റെ വ്യത്യാസം, 15, 33 തമ്മിൽ 16ൻ്റെ വ്യത്യാസം. ഇത് ഓരോ സ്ക്വയർ സംഖ്യകളാണ്. 1, 4, 9, 16. അടുത്ത സ്ക്വയർ സംഖ്യ 25 ആണ്. അപ്പോൾ 31ഉം അടുത്ത സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 25 ആയിരിക്കും. അപ്പോൾ അടുത്ത സംഖ്യയോടായിട്ട് 31ഉം 25ഉം കൂട്ടുക. അപ്പോൾ 56 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ ഇതൊക്കെ? കേൾക്കുന്നില്ല. ഒറ്റാനെ കണ്ടെത്തുക. ഒറ്റാനെ കണ്ടെത്തുക എന്നുള്ളത് നോക്കിയേ, 5ൻ്റെ ക്യൂബ് മൈനസ് 1 അങ്ങനെയാണ് വന്നേക്കുന്നത്. 5ൻ്റെ ക്യൂബ് 125, 125 മൈനസ് 1 124. 2ൻ്റെ ക്യൂബ് മൈനസ് 1, 2ൻ്റെ ക്യൂബ് 8, 8 മൈനസ് 1 7. 3ൻ്റെ ക്യൂബ് മൈനസ് 1, 3ൻ്റെ ക്യൂബ് 27, 27 മൈനസ് 1 26. 4ൻ്റെ ക്യൂബ് 64,